ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുമ്പളങ്ങയും മുരിങ്ങാക്കായും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് ഈ ഒരു സൈസിലുള്ള 2 കുമ്പളങ്ങ പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയും കുരുവൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പീസ് ഇതുപോലെ താഴേക്ക് 3ആയി കട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എടുത്തു വെച്ച കുമ്പളങ്ങ മുഴുവൻ ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ഒരു ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ചട്ടിയിലാണ് നമ്മൾ ഇന്ന് കറി ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഇതിലേക്ക് 2 മുരിങ്ങക്കായ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് നീളത്തിൽ കട്ട് ചെയ്തെടുത്തത് ഈ ഒരു ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വേവിക്കാൻ ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ഒരു അരപ്പ് റെഡിയാക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനായിട്ട് ഒരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ കുമ്പളങ്ങയും മുരിങ്ങാക്കോലൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരച്ചെടുത്ത മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കറി നല്ല ലൂസിലാണ് ടേസ്റ്റ്. പക്ഷെ നമ്മൾ ഇതിൽ ലാസ്റ്റ് തൈര് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇത്രയും വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ലാസ്റ്റ് അതുകൂടി ചേർക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് ലൂസായി കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഏകദേശം ഒരു 7 മിനിറ്റ് കഴിഞ്ഞു. കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്ത അരപ്പിൻ്റെ ഒരു പച്ചച്ചുവയൊക്കെ മാറുന്നത് വരെ നമ്മൾ ഇതുപോലെ തിളപ്പിച്ചു കൊടുക്കണം. ഇനി ഞാനൊരു 1/2 കപ്പ് തൈര് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം തിളപ്പിച്ചെടുക്കാൻ പാടില്ല, പിരിഞ്ഞു പോകും. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവയും ഒരു വറ്റൽമുളക് പൊട്ടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുമ്പളങ്ങ മാത്രം ചേർത്തിട്ടുള്ള മോര് ചേർത്ത ഒഴിച്ചു കറിയുടെ റെസിപ്പി ഞാൻ മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണണം. ഇന്ന് ചോറിന് ഈ ഒരു കറിയുടെ കൂടെ ഞാനൊരു ഫിഷ് ഫ്രൈ കൂടി എടുത്തിട്ടുണ്ട്. മീൻ ഫ്രൈ ചെയ്തതും ഉണക്കമീൻ ഫ്രൈ ചെയ്തതൊക്കെ ഈ ഒരു കറിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.